നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനിയും വ്യാഴവും കഴിഞ്ഞാൽ നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോചരഫലത്തിൽ ഗുണദോഷങ്ങൾ നമുക്കായിട്ട് നൽകുന്ന ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. ശനി കഴിഞ്ഞാൽ ഏറ്റവും അധികം കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും രാഹുകേതുക്കളാണ്. നിരവധിയായിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഗുണദോഷങ്ങളും എല്ലാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രാഹുകേതുക്കൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം ഫലങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ആ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. നേരത്തെ തന്നെ ആ വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അത് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ഗുണദോഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ രാശിക്കാരുടെയും പ്രത്യേകം ഫലങ്ങളെ നമുക്ക് പറഞ്ഞു പോകാം. രാഹുകേതുക്കളുടെ അത്രയും ശനി പോലും ദോഷകാരിയല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശനീശ്വരൻ ധർമ്മപാതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. നമ്മളുടെ ജീവിതത്തിലെ ഗുണദോഷങ്ങളെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനായി പ്രേരിപ്പിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി. അതുകൊണ്ട് തന്നെയാണ് ശനിയെ ശനീശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ രാഹുകേതുക്കൾ അങ്ങനെയല്ല, ദോഷം ചെയ്യുന്ന തമോ ഗ്രഹങ്ങളാണ്. നമ്മളുടെ പോരായ്മകളും ദോഷങ്ങളും നാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ്. നല്ലത് മാത്രം കേട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നമുക്ക് മുമ്പിലുള്ള ദുർഘടങ്ങളെ തരണം ചെയ്യാൻ സാധിച്ചു എന്ന് പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾക്ക് ഒരു പ്രസക്തി ഉള്ളത്. രാഹുകേതുക്കൾ സൂര്യചന്ദ്രന്മാർക്ക് എപ്രകാരത്തിൽ ഗ്രഹണദോഷം ഉണ്ടാക്കുന്നുവോ അതേപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ഗുണങ്ങളെ എല്ലാം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ മറച്ചു കളയാനും ഒക്കെ രാഹുകേതുക്കൾക്ക് സാധിക്കും. മറ്റു ഗ്രഹങ്ങളൊക്കെ ക്ലോക്ക് വൈസിൽ അഥവാ പ്രദക്ഷിണ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ ആന്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത്. അതായത് അപ്രദക്ഷിണമായി. ഗോചരപ്രകാരം 18 മാസം കൂടുമ്പോഴാണ് രാഹുകേതുക്കൾ രാശി മാറുന്നത്. രാഹുകേതുക്കൾ 2026 ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് ഇനിയും രാശി മാറുന്നത്. ഏകദേശം ഈ 2026 ഒരു വർഷക്കാലം രാഹുകേതുക്കൾ എന്തെല്ലാം ഫലങ്ങളെ നമുക്ക് തരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. രാഹു ഇപ്പോൾ കുംഭം രാശിയിലാണ്, കേതു ഇപ്പോൾ ചിങ്ങം രാശിയിലാണ്. ഇപ്പോൾ നമുക്ക് മിഥുനക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ ഗോചരസ്ഥിതി മൂലമുള്ള ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 9ാം ഭാവത്തിലാണ്, കേതു ആകട്ടെ 3ലാണ്. പൊതുവിൽ മിഥുനക്കൂറുകാർക്ക് രാഹുകേതുക്കൾ നല്ല ഫലങ്ങളാണ് നൽകുക. തർക്കങ്ങളൊക്കെ നയപരമായി ഒത്തുതീർക്കാനുള്ള ശ്രമം നടത്തുക. അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അടുത്തു വരുന്നതാണ്. അത് ഗുണപ്രദമായി ഭവിക്കുന്നതുമാണ്. തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തു തന്നെയായാലും വളരെയേറെ ആലോചിച്ച് ചെയ്യുക. പുതിയ അവസരങ്ങളൊക്കെ ധാരാളമായി ലഭിക്കുന്നതാണ്, വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണ ലഭിക്കുന്നതാണ്. ഏതു തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈശ്വരാധീനവും മനോധൈര്യവും ഒരു തരത്തിലും കൈവിടാതിരിക്കുക. അനുകൂലമായിട്ടുള്ള തൊഴിൽ മാറ്റത്തിന് വഴി തെളിയുന്നതാണ്. വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ മിഥുനക്കൂറുകാർ നല്ല ശ്രദ്ധ പുലർത്തുക. പകർച്ചവ്യാധികളെയൊക്കെ കരുതിയിരിക്കുക. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. രാഹുകേതുക്കളുടെ പ്രീതിക്കായി സർപ്പക്ഷേത്രങ്ങളിൽ മഞ്ഞൾ, പാലഭിഷേകം, വിളക്ക്, നൂറും പാലും എന്നിവയൊക്കെ നടത്തുക. പ്രത്യേകിച്ച് കൗങ്ങിൻ പൂക്കില സമർപ്പിക്കുക. ധൂമാവതി ദേവിയുടെയും കാളി ദേവിയുടെയും മന്ത്രങ്ങൾ ജപിക്കുക. കൂടാതെ ശിവക്ഷേത്ര ദർശനം പതിവാക്കുക, ശിവപ്രീതി വരുത്തുക. ജാതകത്തിൽ രാഹുകേതുക്കൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർ, രാഹുകേതുക്കളുടെ ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർ സർപ്പക്ഷേത്രങ്ങളിൽ അഷ്ടനാഗ പൂജ, അഷ്ടദ്രവ്യ അഭിഷേകം, നാഗരൂട്ട് എന്നീ വഴിപാടുകളെ ചെയ്യുക. പുള്ളുവരെ കൊണ്ട് പാടിക്കുക. കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതുക്കൾക്ക് അർച്ചന നടത്തുക. ഗണപതി പ്രീതി വരുത്തുന്നത് വഴി കേതുർദോഷം ഒഴിവാകുന്നതാണ്. ചാമുണ്ടിയുടെയും ഭദ്രകാളിയുടെയും മന്ത്രങ്ങളും നിത്യം ജപിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. നവാക്ഷരി ജപവും കേതുദോഷത്തിന് പരിഹാരമാണ്. കൂടാതെ ഗരുഡ യന്ത്രധാരണം, രാഹു കേതു നവഗ്രഹ യന്ത്രധാരണം ഇവയൊക്കെ ഗുണപ്രദമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.